ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്താ പറയുക, ഇത് ചെറിയൊരു വീഡിയോ കേട്ടോ. ഇത് ഞാൻ ഇന്നെ തന്നെ മോട്ടറാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ കുറേ ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു വ്ളോഗിങ് ഐറ്റംസ് തുടങ്ങണം. കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്, കുറേ ചെയ്തിട്ടുമുണ്ട്. പിന്നെ അറിയുന്ന ഫോളോ ചെയ്യാനൊക്കെ കുറവാണ്, എന്നാലും അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കുറേ വീഡിയോ ചെയ്യും, ഡിലീറ്റ് ചെയ്യും, പിന്നെയും വീഡിയോ ചെയ്യും, പിന്നെയും ഡിലീറ്റ് ചെയ്യും. ചിലപ്പോൾ വ്യൂസൊക്കെ ഉണ്ടാവും, നല്ല മോട്ടറായിട്ട് അങ്ങനെ കയറി പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പം ഇതൊന്നും ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല, ഞാനത് സ്കിപ്പ് അടിച്ചിട്ട് വീണ്ടും പോകും. എന്നിട്ട് പണ്ട് എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. ചെക്കന്മാരപ്പം ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ചെക്കന്മാരൊക്കെ പോകും, തണ്ടാനിറങ്ങും. കാരണം ആർക്കും പണിയൊന്നും ഇല്ലല്ലോ, ഫുള്ള് തണ്ടാനിറങ്ങും, കുറേ ചലഞ്ചൊക്കെ വെക്കും. കുറേ പൊറാട്ട ചലഞ്ചൊക്കെ വെച്ചിട്ട് നല്ല ഓർമ്മയുണ്ട്. ആ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെയാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് യൂട്യൂബിൻ്റെ ലൈഫിനെ പറ്റി, അല്ലെങ്കിൽ യൂട്യൂബ് ഇനി വളർന്നു വരുന്ന കാര്യങ്ങൾ, അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ മോട്ടറാക്കാം. ഓരോരുത്തരും ഇങ്ങനെ ഇപ്പോൾ വളർന്നു വന്ന ഒരുപാട് ആൾക്കാരില്ലേ, അപ്പോൾ ഓലൊക്കെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് മോട്ടറാവും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു വീഡിയോ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്നെപ്പോലെ തന്നെ പല ആൾക്കാർക്കും വിചാരമൊക്കെ ഉണ്ടാവും, വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം തികഞ്ഞിട്ട് ചെയ്യാമെന്നേ കാര്യം അല്ലേ. കാരണം അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ട്രാവൽ വ്ളോഗാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി വേണം, ബൈക്ക് വേണം, ക്യാഷ് വേണം, അതൊക്കെ ഉണ്ടായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നോർമൽ വീഡിയോ നല്ലൊരു ക്യാമറ വേണം, നല്ലൊരു ഫോൺ വേണം. അങ്ങനെയൊക്കെ ഓരോ എക്സ്ക്യൂസ് നമ്മളോട് പറയൂലേ. ശരിക്കും നമ്മളെ തന്നെ പൊട്ടനാക്കുന്ന പരിപാടിയല്ലേ ഒരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞിട്ടോ. ഞാനിപ്പം ഒരു ബൈക്ക് എടുക്കുക, അങ്ങോട്ട് ബൈക്കുമ്പോൾ അങ്ങനെ കറങ്ങുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കണമൊക്കെ എടുക്കുക. അതല്ലെങ്കിൽ പിന്നെ എനിക്ക് ഫാമിലി വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് പിന്നെ അതിന് ഒരുങ്ങിയിട്ടില്ല. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചില്ല് ചെയ്ത് നടക്കുന്ന വീഡിയോസ് എടുക്കാൻ നല്ല താല്പര്യം. പക്ഷേ ഫ്രണ്ട്സൊന്നും എന്താ പറയുക, ഇപ്പോൾ ആരും ഇല്ല. ഇല്ല എന്നല്ല, എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബിസി അല്ലേ. അപ്പോൾ എല്ലാവരും ഓരോരോ ഗൾഫിലും ഇവിടെയൊക്കെ ആയിട്ട് ജോലിക്കൊക്കെ പോയിട്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണം, ഞാൻ ഇന്നെ തന്നെ മോട്ടറാക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് ഞാനത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ വ്യൂസൊന്നും ഞാൻ നോക്കില്ല. പക്ഷേ ഒരു രസമായിട്ട് ഞാൻ വിചാരിക്കണം, എന്താ പറയുക, ഞാൻ ആദ്യം വിചാരിച്ചു പക്ക സ്റ്റാൻഡേർഡായിട്ടൊക്കെ ഇരുന്ന് പക്ക രീതിയിൽ അങ്ങനെയൊക്കെ എടുക്കണം. പക്ക നമ്മൾ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പക്ക സ്റ്റാൻഡേർഡിൽ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് എനിക്ക് വിചാരം. പിന്നീട് ഞങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുമ്പോൾ എല്ലാവരും ഫസ്റ്റ് തുടങ്ങിയത് നോളത്തരത്തിൽ കൂടിയാണ്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, പിന്നെ ഓലതായിട്ടൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ ഒരു സാധനം ഞാനിപ്പോൾ ആ ഒരു സ്റ്റൈൽ പിടിക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, ഞാൻ ഓൾറെഡി നോളയാണ്, വേറെ കാര്യം. പേഴ്സണലി നമ്മുടെ സർക്കിളിൽ ഞാൻ ഒരു നോളയാണ് കേട്ടോ. പുറത്ത് പോയാൽ കുറച്ച് ചാടയൊക്കെ ഉണ്ട്, പക്ഷേ പുറത്തെ ആൾക്കാരോട് നമ്മളങ്ങനെ കാട്ടണമല്ലോ. എന്നെ അറിയണ സർക്കിളിൽ ഞാൻ കുറച്ച് നല്ല അത്യാവശ്യം നോളയാണ്. അപ്പോൾ ആ ഒരു നോളത്തരം ഇവിടെയും കാണിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കാട്ടിയിട്ടല്ലെങ്കിലും, ഇനിയിപ്പോൾ കണ്ടൻറ്റ് ഇല്ലെങ്കിലും ശരി, ഓരോ ദിവസം വീഡിയോ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ ഒരു റീൽസ് കണ്ട് 3854 വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുമല്ലോ. ഒരു ഫാമിലി വ്ളോഗർ പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണ് അവർ ഇടുന്ന വീഡിയോസൊക്കെ, വീട്ടിലത്തെ കാര്യങ്ങൾ. പക്ഷെ എങ്കിൽ കൂടി അത്രയും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവും എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം. അങ്ങനെ എന്തോ സംഭവം ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെയാണെന്നൊക്കെയാണ് അവൻ പറയണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ടും നമ്മളെ ഇപ്പോൾ യങ്സ്റ്റേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ അടിച്ച് കയറുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ അറിയാലോ ഞങ്ങൾക്ക് യൂട്യൂബിൽ ഓൾമോസ്റ്റ് എത്ര ആൾക്കാർ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർ വ്യൂസ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയി ഇങ്ങനെ മോട്ടറാവണം. ആരെങ്കിലും ഇങ്ങനെ പിരികയറ്റം വേണം ബാക്കിൽ നിന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് എന്തെങ്കിലും അല്ലെങ്കിലും നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ ഈ വീഡിയോ കാണാൻ ആർക്കെങ്കിലും യൂട്യൂബൊക്കെ തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം തുടങ്ങാം. കാരണം 2025 അതിന് പറ്റിയൊരു ഇയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾ എന്ത് കാട്ടിയിട്ടാലും വേണ്ടില്ല, ഒരു ദിവസം ഒരു വീഡിയോ ഇടുക, വെറുതെ ഇടുക. ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ മാറിയും എന്തെങ്കിലും ചവർ വാരി ഇടാണ്ട് നല്ല രീതിയിൽ ഇടാം. ഞാൻ അതേപോലെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ എൻ്റെ മടിയൊക്കെ ഒഴിവാക്കിയിട്ട്, പെരുമടിയാണ്, അതാണ് ഒന്നാമത്.
ഭയങ്കര മടി, ഭയങ്കര വിശ്വാസമാണ്. ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ. സോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ മറ്റെന്തൊക്കെ ബെല്ലൈക്കൻ നിൽക്കുക, അങ്ങനെയൊക്കെ. അതൊന്നും ഞാൻ പറയരുത് എന്നൊക്കെ വിചാരിച്ച ആളെ ഞാൻ. ഇനി പണ്ടത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആലോചിക്കുന്നു. അന്ന് ആ വിശ്വാസമൊന്നും ഇല്ലാതെ തുടങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും അറിയും. 2018-19 സമയത്തൊക്കെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിരിക്കണം. എന്നിട്ട് ഞാൻ ആ ചാനൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ലാസ്റ്റ് കുറേ കഴിഞ്ഞപ്പോൾ. കയപ്പ്. അപ്പോൾ ഗൈസ്, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് എന്തായാലും വരും. അപ്പോൾ ഗൈസ്, ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു.